വിഷം കഴിച്ചാലും ചാവാതെ യൂസ്ലെസ്സായ ചിലത് ബാക്കി കിടക്കും. അതിൽ പെട്ടവനാ ഞാനും. രാമേട്ട, ഒരു സംശയം. ജീവപര്യന്തത്തിന്റെ വകുപ്പിൽ എന്താണ് ശരിക്ക്? പണ്ട് നിയമം കുറെ പഠിച്ചതല്ലേ? വക്കീലാവാൻ പോയതല്ലേ തുടക്കം? ശരിക്ക് പഠിച്ചുകൊണ്ട് വക്കീലായില്ല. ജീവപര്യന്തമെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ വ്യക്തം. ഞാൻ സീരിയസ് ആയി ചോദിക്കുകയാണ്. സീരിയസ് ആയിട്ടല്ലേ ഞാനും പറയുന്നു. ടെക്നിക്കലായി ജുഡീഷ്യലായി ജീവപര്യന്തം തന്നെ. പക്ഷെ നിയമം സൗകര്യത്തിന് വേണ്ടി അത് 20 ആക്കി ചുരുക്കിയിരിക്കുന്നു. പക്ഷെ ചിലര് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇളവ് കൊടുക്കാം, 14 കുറയരുതെന്ന് പിന്നെയും വകുപ്പ്. സർക്കാർ ഇടപെട്ട എത്ര വേണമെങ്കിലും വെട്ടി ചുരുക്കാം. 3 അക്ഷരവും മുറുക്കവും വേണം. സ്വാധീനം. രാമേട്ടൻ എന്റെ കൂടെ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വരണം. ഉന്നതങ്ങളിൽ കയറി പറ്റാൻ രാമേട്ടന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ സാധിച്ചേക്കും. എന്നെ ഓർമ്മിക്കുന്ന എത്ര പേരുണ്ടടാ ഈ നാട്ടിൽ? നോബഡി. അതേപോലൊരു ബാക്ക് നമ്പർ. അളവിലും മായമുണ്ടോ? 2 വരി വലിച്ചപ്പോ തീർന്നു നാശം. അരക്കുപ്പിക്കൂടെ വക ഉണ്ടടാ റഷീദേ. ശേഖരേട്ടാ, ശേഖരേട്ടൻ പോയോ? തൊട്ടുവെക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ മരിച്ച പോലെയാണ്. അമ്മ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം ശേഖരേട്ടനാവൂന്ന് എനിക്കറിയാം. ഞാൻ ക്രിയക്ക് നിൽക്കണില്ല. സഞ്ചയനം കഴിഞ്ഞാ പോവും. സൗകര്യം പോലെ. കമ്പനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് എടുത്തോളൂ. ഇതുവരെ കള്ളിന്റെ രുചി അറിഞ്ഞിട്ടില്ലല്ലോ. അറിയും. പണ്ട് മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്യുമ്പോ തലയില് കള്ളും കുടം കമത്തി. നീ ഞാനും ആദ്യമായിട്ട് രുചി അറിയുന്നത് അപ്പഴാ. എനിക്കന്ന് വയസ്സ് 19. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന നിനക്ക് 9 മാസം. അന്നേ അറിഞ്ഞു. കമ്പനിക്ക് പറ്റിയ ആള് താഴത്തുണ്ട്. ദാഹിച്ചിരിക്കാവും. വിളിക്കണോ? അനുജൻ രവി. അറിയോ, ഫുൾ കേണലായി പ്രൊമോഷൻ കിട്ടിയതാണ് ഞാൻ. സെന്റ് ഓഫ് പാർട്ടിയും കഴിഞ്ഞു. കടലാസ് ഒപ്പിട്ട് വാങ്ങിയപ്പോ പ്രൊമോഷന് പകരം സസ്പെൻഷൻ. കാരണം ആർക്കും അറിയില്ല. അന്ന് ക്യാമ്പി മലയാള പത്രത്തിൽ പെങ്ങടെ വീരസാഹസം വായിച്ചു. നിനക്കന്ന് ഞാൻ ഓങ്ങി വെച്ചതാണടി. വെട്ടി തുണ്ടം തുണ്ടാക്കി നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കേണ്ട ജാതി. നിന്നെ ഞാൻ പറയുന്നേക്ക്. എന്റെ ഒരു കൊച്ചു ബാബു കഴിച്ചോട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. അവനാ ക്രിയയ്ക്ക്. അവൻ മാത്രമേ ആണായിട്ട് ഒരാൾ സമ്മതിച്ചിട്ടുള്ളൂ. ആരെങ്കിലും ചെയ്യണ്ടേ? ആ തെക്കേ അറയിലെ കിടക്കയിൽ ഒരു നല്ല വിരിവിരിക്ക്. ഈ ചേച്ചി കുറച്ചു ദിവസം ഇവിടെ താമസിക്കുകയാണ്. ആ പഴയ എന്റെ മുറി. അതിന്റെ തെക്കോരത്ത് ജനാലയ്ക്ക് എന്നാ നിങ്ങളുടെ മോളിലെ വരാന്തയിലേക്ക് കയ്യും കലാശം കാട്ടി കുട്ടിക്കാലത്ത് സിഗ്നൽ തന്നിരുന്നത്. ഓർമ്മയില്ലേ? ആ
രാജേട്ടൻ സർക്കിട്ടല്ലേ എപ്പോഴും? ഓ, കലാപം ഒതുങ്ങിയോ? പോയി. ചെലവാക്കിയ വണ്ടിക്കൂലിയുടെ കണക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ആളിറങ്ങിപ്പോയി. ആ ബാബു വരൂ. ശേഖരേട്ടൻ പറഞ്ഞു നിന്നെ കൊണ്ട് എന്തോ ഒരു ക്രിയ ഉണ്ട് അവിടെ. ലഹരി ഇറങ്ങുമ്പോ തിരിച്ചു വന്നാലോ? നിനക്കിവിടെ ഒരു വിഷമം ഉണ്ടാവില്ല. ഇവിടെ നിൽക്കാം. മെഴുകിയെടുത്ത് 3 നീര്. ആ, ഒരു നീരുകൂടി. ഒന്നുകൂടി. എള്ളും പൂവും ചന്ദനെടുത്ത് പിതൃവിനെ ധ്യാനിച്ച് 3 നീര്. ആ, എടുക്കൂ. ആ, ഒരു നീരുകൂടി. ആ, ചന്ദനം തൊട്ട് 3 നീര്. അരിയെടുത്ത് മനസ്സിൽ ധ്യാനിച്ച് വെക്കുക. 3 പ്രാവശ്യം നീര്. ഒന്നുകൂടി. എന്നും ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു പൊൻപുലരി പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പൊൻപുലരി അതല്ല ശല്യം. സഹോദരി സഹോദരന്മാരെ, നാം ഒരേ കൊടിക്കീഴിൽ നിന്നുകൊണ്ട് മുന്നേറണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് ആ പീക്കിരി ചെറുക്കൻ എന്നെ നിയമം പഠിപ്പിക്കാൻ നോക്കുന്നു. എന്നെ അഭിമാനാർഹമായ ഒരു പദവി നമ്മുടെ ദരിദ്ര രാജ്യമായ ഇന്ത്യ അവരുടെ സ്വന്തക്കാരാണെങ്കിൽ നാരേക്ക് 40 വട്ടം ജയിലിൽ നിന്ന് പോവാം. കച്ചവടമോ കള്ളക്കടത്തോ ഒക്കെ നടത്തിയിട്ട് സൗകര്യം പോലെ തിരിച്ചു വരാം. ആ ജയിൽ ഐ ജി എന്ന് വിളിക്കും. ഐ ജി ഓഫ് പ്രിസൺസ് ചിലത് ചോദിക്കാനുണ്ട്. രാമേട്ടൻ അറിയോ? ഫോണിൽ വിളിക്കണോ? ആ, രാമേട്ടൻ PR മേനോനെന്നും പറഞ്ഞ അവൻ അറിയില്ല. പടിഞ്ഞാറ രാമൂട്ടി വിളിക്കുന്നു പറ. ആ, എന്നിട്ട് അരക്കുപ്പി വേറെ വിളിക്കണം. ഒരു 50 മില്ലി അടിച്ചു സംസാരിക്കാൻ സ്റ്റൈല് വരും. വേണ്ട, സീരിയസ് ആയി ഒരു കാര്യം സംസാരിക്കാൻ വന്നിട്ട്. ഇവര് രഹസ്യമായി സ്കോച്ച് കുടിക്കുന്നു, നമ്മൾ പരസ്യമായി പട്ടയടിക്കുന്നു. ലഹരി സമാസമം. 28 കൊല്ലത്തിനുള്ളിലെ കൊടും ക്രൂരതകളും കൊലപാതകം ചെയ്ത് എത്ര പേരെ വെറുതെ വിട്ടു, എത്ര പേര് കിളവ് കൊടുത്തു, കണക്കേ സൂക്ഷിച്ചിട്ടുണ്ട്. എന്ത് പതുക്കെ? 5 മിനിറ്റ് സമയം കൊടുക്കുന്നു. അതിനുള്ളിൽ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി പട്ടയടിച്ചിട്ട് വരും. വന്നാൽ എന്നെ ജാമ്യത്തിൽ വെക്കാനുള്ള ഏർപ്പാട് നീ ചെയ്തു. പത്രക്കാരാണോ? ആയിരിക്കും. ഓ, ആ കേസ്. ഇതിന് ഞാനെന്ത് ചെയ്യാൻ? ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. ഈ മാതിരിയല്ല, പക്ഷെ പല കേസുകളും സർക്കാർ. സോറി, ഇപ്പൊ തന്നെ ഞാൻ അരമണിക്കൂർ ലേറ്റാണ്. പത്രപ്രവർത്തനം നിർത്തി ഇക്കൂട്ടരുടെ വക്കാലത്തായി നടക്കാണോ രാമമേനോൻ? ഞാൻ എനിക്ക് തോന്നുക ചെയ്യും. വക്കാലത്തെടുത്തത് ഞാനാണ് മിസ്റ്റർ കുമാരൻ. രാമേട്ടനെ ഞാൻ കെട്ടി വിളിച്ചുകൊണ്ട് വന്നാണ്. എന്റെ പേര് റഷീദ്. ഓ, ഹലോ. ആദ്യം മനസ്സിലായില്ല. ബോംബെ തന്നെയല്ലേ ഇപ്പം? അല്ല. പിന്നെ എന്തുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു? പത്രപ്രവർത്തനം നിർത്തി ആത്മകഥ പോലെ ഒന്ന് എഴുതുന്നു. ബോംബെയിൽ ഒരു പത്രപ്രവർത്തകൻ, ഗോവാക്കാരി ആന്റികളുടെ ബാർ, ദേശീയ തെരുവുകൾ, നമ്മൾ ഒരുമിച്ച് കറങ്ങിയ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. ഓർമ്മയില്ലേ? ഒരു ലേഖന പരമ്പര, പഴയ ചില ഫോട്ടോസുകളടക്കം. വാരാവേട്ട, ഇദ്ദേഹത്തിന്റെയൊക്കെ ഇപ്പോഴത്തെ സമയം നമ്മൾ അപകരിച്ച പടച്ചോ കൂടെ പൊറുക്കില്ല. വാ. താങ്ക് യു മിസ്റ്റർ കുമാരൻ. മിസ്റ്റർ മേനോൻ, നിങ്ങൾ CM-നെ കാണൂ. CM ആണ്. വരൂ. ഓ, ഇന്ന് വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. ബൈബിളിൽ പറയുമല്ലോ,
ഇരിക്കും. ജയില് പല ക്ലാസ് ആയിട്ടല്ലേ? നിങ്ങളെയൊക്കെ ഏത് ക്ലാസ്സിലാ പെടുത്തുക? വേറെ നല്ല വർത്താനൊന്നും പറയാനില്ലേ? സോറി. കുറച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് അവളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതിനെന്താ, ലെറ്റ് us സെലിബ്രേറ്റ്. എന്റെ സെലിബ്രേഷനെ കൂടില്ലല്ലോ രണ്ടാള്. എസ്റ്റേറ്റിൽ വന്നാൽ വീഡിയോയിൽ പടം കാണാം. മിസ്സിയുടെ ഫിലിംസിന്റെ ഒക്കെ കാസറ്റ് സംഘടിപ്പിക്കാം. നല്ല കാട്ടുമുയലിന്റെ ഇറച്ചിയും തിന്നാം. ശരി, ഒരു നല്ല വെജിറ്റേറിയൻ ഡിന്നർ ഉണ്ടാക്കാം. എനിക്കൊരു ചേഞ്ച് ആവട്ടെ. സന്തോഷ് ബി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണോ? കം ടു ദി മൂഡ്. മരങ്ങൾ വലുതായപ്പോ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും നീ എന്തിനെങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കണ? സന്തോഷായിട്ടിരിക്കില്ലേ? എന്തോ നീ തീരെ മാറിയിട്ടില്ല. ആശ്വാസം. അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നീ 2 3 മക്കളെയും വെച്ച് കളിപ്പിച്ചിരിക്കാവും എന്നാ ഊഹിച്ചത്. 2 തവണ അലസി. നിനക്കതൊന്നും വേണ്ടേ? എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തുമ്പോ നീ ഗമയിലൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴെന്താ രാജൻ ഗ്രൂപ്പ് മാനേജർ? ഗമ അവിടെ നിൽക്കാനും എനിക്കിഷ്ടമല്ല. പാർട്ടിയും ബഹളവും ഷിക്കാറും അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണല്ലോ. സഹിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സഹിക്കാം. പക്ഷേ ഇതിലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു അത്രേ. ആ കുറ്റവും എനിക്ക്. നീ എന്ത് ചെയ്യാൻ? ഈ പ്രതാപമൊന്നും പോരേ കക്ഷിക്ക്? പോരാ. ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും ഒക്കെ പാർട്ടികളിൽ ഞാൻ കുടിക്കണം, കൊഴയണം, കിടന്നു കൊടുക്കണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. ഭാഗ്യം. ഈ രാജനോ തുമ്പപ്പൂ പോലുള്ള, തുളസിക്കതിർ പോലുള്ള എന്നൊക്കെ നിന്നെപ്പറ്റി കത്തെഴുതിയിരുന്ന ഈ രാജനോ? ഓ മൈ ഗോഡ്. ഇന്നലെയും ഈശ്വരനെ വിളിക്കുകയാണോ? നേരെ ഒരുപാടായി. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഉറങ്ങിയില്ലേ? ഇല്ല. കിടന്നപ്പോ ഇന്നലെ പറ്റി തന്നെ ആലോചിച്ചു. ഉറക്കം വന്നില്ല എന്തോ? 8 വർഷം ടെറിബിൾ. ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റ് ആയി അകന്ന് 8 വർഷം. ഹോ, ആലോചിക്കാനേ വയ്യ. മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ? ചിലർക്ക്. ശാരദ കിടക്ക കാണേണ്ട താമസം. ഉറക്കം തുടങ്ങി. ബോധം കെട്ട ഉറക്കം. ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാം.
ഐ വിൽ മേക്ക് യു ഹാപ്പി. നിരക്ക് ചെറുപ്പം, യു ആർ ബ്യൂട്ടിഫുൾ. നല്ല ആഹാരവും തന്ന് പാട്ടും കേൾപ്പിച്ച് ഇരുന്നൂട്ടുന്ന കാര്യം മാത്രമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയല്ലേ? രാജൻ പോയി കിടക്ക്. ചുമ്മാ നാട്ടികളാ. എന്റെ ആവശ്യം എനിക്കറിയാം. അച്ചുണ്ടാക്കാതെ കിടക്ക. രാജൻ, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്നവൾക്ക് കനിവ് തോന്നി കുറച്ച് കാമം അല്ലേ? ശാരദയുടെ വീടായിപ്പോയി. Get out. എന്തിനാ ഇത്ര നേരത്തെ എണീറ്റേ? സുഖമായിട്ട് കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനങ്ങോട്ട് പോവാണ്. പാവാട ഉണങ്ങിയിട്ടില്ല, ഒന്നുകൂടി വെയിൽ തരണം. ഇടയ്ക്ക് അങ്ങോട്ട് പോയാ പോരെ? ഇവിടെ താമസിക്കാൻ ഒരു വിഷമവും ഇല്ല. അതുകൊണ്ടല്ല. നിനക്ക് വല്ല അസൗകര്യം? ഏയ്, അവിടെ ഇവിടെ ഒരുപോലല്ലേ, ദൂരത്തല്ലല്ലോ. വരാം.